ആസ്വദിക്കുക. നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ ആസ്വദിക്കണം. ഞാനങ്ങനെ തന്നെ കേട്ടോ. ബഡീസ്, ഇന്ന് രാവിലെ നേരത്തെ എണീറ്റ് കുളിച്ച് റെഡിയായി ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കായിരുന്നു കേട്ടോ. ഇന്നത്തെ കണ്ടന്റ് ഇതാണ്: പൊട്ടിയ ചെരുപ്പും ഞാനും. വണ്ടിയിൽ 4-5 ഓറഞ്ച് ഉണ്ടായിരുന്നു, അതിൽ 2 രാജേട്ടൻ വെച്ചു. അങ്ങനെ ഡ്യൂട്ടിക്ക് പോകാൻ നിൽക്കുന്ന സമയത്താണ് അമ്മയുടെ വിളി: മോനെ പ്രകാശ, എന്നെ അമ്പലത്തിലൊന്ന് കൊണ്ടാക്ക് എന്ന്. വേറെ ഒന്നും ആലോചിച്ചില്ല, അമ്മയെ കൊണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. കോഴിക്കോട് തന്നെ ഫേമസ് ആയിട്ടുള്ള അമ്പലങ്ങളിൽ ഒന്നാണ് മേൽപ്പഴനി അമ്പലം. വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്താണ് ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കുന്നിന്റെ മുകളിലാണ് കേട്ടോ. തമിഴ്നാട് പഴനിയിലുള്ള അമ്പലം പോലെ തന്നെയാണ് ഇവിടെയും പണിതിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു കേട്ടറിവ്. അങ്ങനെ അമ്മയെ കൊണ്ടാക്കി ഡ്യൂട്ടിക്ക് ഇറങ്ങി. ഇന്ന് പിന്നെ അത്യാവശ്യം നല്ല ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഓർഡറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് ഓറഞ്ചും വെള്ളവും കുടിച്ചിരുന്നു. ഇന്നത്തെ ലാസ്റ്റ് ഓർഡർ ഒരു ലോങ് ഓർഡർ ആയിരുന്നു ബഡീസ്. ആ ഓർഡറും കൊടുത്ത് റിട്ടേൺ വരാൻ നിൽക്കുമ്പോഴാണ് അത് സംഭവിച്ചത്. ബാറ്ററി ചാർജ് ഇറങ്ങി, അക്കു ഓഫായി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന കട്ടാങ്ങലിൽ നിന്നും കുറ്റിക്കാട്ടൂരിലേക്ക് 11 കിലോമീറ്റർ ആണ്. 11 കിലോമീറ്റർ സ്കൂട്ടിയിൽ പോവുകയാണെങ്കിൽ 19 മിനിറ്റും കാൽനടയാണെങ്കിൽ 2.5 മണിക്കൂറുമാണ് യാത്ര. അങ്ങനെ റൂമിലേക്ക് നടന്നു പോകാൻ തന്നെ തീരുമാനിച്ചു. എൻ്റെ ഒരു കഷ്ടകാലം പറഞ്ഞാൽ വല്ലാത്തൊരു കഷ്ടകാലം തന്നെ കേട്ടോ. ഒന്നും പറയാനില്ല, വെറും കഷ്ടപ്പാട് തന്നെ. അത് എന്താ പറയുക, നമ്മൾ തരണം ചെയ്യണം, ആസ്വദിക്കുക. നമ്മുടെ കഷ്ടപ്പാട് നമ്മൾ ആസ്വദിക്കണം. ഞാനങ്ങനെ തന്നെ കേട്ടോ. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമുക്കതിനെ എതിരിടാനുള്ള ശക്തി കിട്ടും. പാടത്തിൻ്റെ നടുവ് കൂടെയാണ് ഞാൻ നടക്കുന്നത്. റോഡൊക്കെ കുഴപ്പമില്ല, നല്ല റോഡൊക്കെ തന്നെയാണ്. പക്ഷേ കുറച്ച് ഉള്ളേരിയയാണ്, അതുകൊണ്ട് വണ്ടികളൊക്കെ കുറവായിരിക്കും. കട്ടാങ്ങലിൽ നിന്ന് ടൗൺ റൂട്ട് ഉണ്ട്, അത് പക്ഷേ അത് കൂടെ പോകണമെങ്കിൽ നല്ല ദൂരമാണ്. ആരെങ്കിലുമൊക്കെ കൈ കാണിച്ചാൽ വണ്ടി നിർത്തും, പക്ഷെ ഞാൻ ശരിയാവില്ല, നമുക്കൊരു ചമ്മലാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പോകുന്ന വഴി ഷോർട്ട് കട്ടാണ് കേട്ടോ. 11 കിലോമീറ്റർ 19 മിനിറ്റേ ഉള്ളൂ സ്കൂട്ടിയിൽ. പക്ഷെ നടക്കാനാകുമ്പോൾ എത്ര 2-10 മണിക്കൂർ. അങ്ങനെ നടന്ന് ഒരു ജംഗ്ഷനിലെത്തി കേട്ടോ. ഇനി വെറും 7 കിലോമീറ്റർ. 11 കിലോമീറ്റർ ആയിരുന്നു ടോട്ടൽ, 4 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയൊരു 1.5 മണിക്കൂർ നടക്കാനുണ്ട് കേട്ടോ. നടന്ന് നോക്കാം. പൊളി വൈബ്. നമ്മളിപ്പോൾ ഒരു ജംഗ്ഷൻ കണ്ടില്ലേ, അത് ആ ജംഗ്ഷൻ്റെ പേര് നെച്ചുളിയാണ് കേട്ടോ. ഈ സ്ഥലപ്പേര് നെച്ചുളിയാണ്. നെച്ചുളി കഴിഞ്ഞു. ഈ ഭാഗത്ത് കുഴപ്പമില്ല കേട്ടോ, കുറച്ചെങ്കിലും വെളിച്ചമുണ്ട്. വെളിച്ചം കണ്ടപ്പോൾ ഒരു ആശ്വാസം. ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ എൻ്റെ ചെരുപ്പടി സൗണ്ട് കേൾക്കാം. എന്താ വെച്ചാൽ വലത്തേക്കാല് കേട്ടോ, കേൾക്കണ്ടോ? അതെന്താ വെച്ചാൽ വലത്തേക്കാല് ചെരുപ്പ് പൊട്ടിക്കുകയാണ്. ഇന്നലെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അത് ഒന്നല്ല 2 വട്ടം, അടുപ്പിച്ച് 2 വട്ടം. ആദ്യ ഒരു വട്ടം വീണു, എന്തൊരു ഭാഗ്യം, ബസ്സുകാരൻ ബ്രേക്ക് പിടിച്ചു, രക്ഷപ്പെട്ടു. രണ്ടാമത് ഒരു ട്രാഫിക്കിനിടയിൽ വേറൊരു കാറുകാരൻ അതിൻ്റെ ബാക്കിൽ, എൻ്റെ ബാക്കിൽ, അതിന് ഒരു ചരൽ മണ്ണാണ്, അതുകൊണ്ട് ഞാൻ വഴുക്കി എന്താ സ്കിഡായിട്ട് വീണാണ് കേട്ടോ. എന്നിട്ടും അയാൾ ബ്രേക്ക് പിടിച്ചു, കാറുകാരൻ. അതുകൊണ്ട് ഞാൻ അതിനും രക്ഷപ്പെട്ടു. ബഡീസ്, എന്തോ കാട് ഇളക്കിയൊരു ഇത് ഫീല് തോന്നിയിട്ടാകുമ്പോൾ എൻ്റെ പൊന്നി രോമാഞ്ചം കണ്ടോ? സീരിയസ് ആട്ടോ, ഞാൻ തമാശയല്ല പറയുന്നത്, സീരിയസ് ആയിട്ട്. എൻ്റെ പൊന്നോ, വിയർത്തു ഞാൻ, ഒരു നിമിഷം വിയർത്തു. എന്തോ കാടളകി വരുന്ന പോലെ ഒരു സൗണ്ട് കേട്ടിട്ടാ. ഇപ്പം എന്താണെന്നറിയില്ല. അയ്യോ, ഇപ്പം അടുത്ത ജംഗ്ഷൻ എത്താറായി. ഞാൻ അവിടെ നിന്ന് ഓടിയതാണ് കേട്ടോ. എൻ്റെ പൊന്നേ, എന്തോ കാടളകിയ പോലെ റോഡ് സൈഡ്. ഞാൻ തീർന്നു തന്നെ വിചാരിച്ചിട്ടാ, ഓടിയില്ല അവിടെ നിന്ന്, ഒറ്റ ഓട്ടം. അയ്യോ, പക്ഷെ ഒറ്റയ്ക്കായതുകൊണ്ട് എന്തോ വല്ലാത്തൊരു ഫീല്. ബഡീസ്, കുറച്ച് നേരം ഇരിക്കാട്ടോ. എൻ്റെ പൊന്നേ, വിയർത്തു ഞാൻ സത്യം കേട്ടോ. എന്തോ സൗണ്ട് കേട്ടു ഞാൻ, കാടിളക്കുന്ന സൗണ്ട്. ലൈറ്റും ഇല്ല, ഇരുട്ട് കൂടിയ പ്രദേശമാണ് ആ റോഡ്. അയ്യോ, വരണ്ടി ഇരുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഇപ്പോൾ വേറെന്താ ചെയ്യുക, വഴിയില്ല, ബസ്സൊന്നുമില്ല, അതുകൊണ്ടാണ്. അയ്യോ, ഒറ്റ മനുഷ്യനില്ല അവിടെ ജംഗ്ഷനിൽ. സമയം ഇപ്പോൾ 11 മണി കഴിഞ്ഞു കേട്ടോ. അവിടെ എത്തുമ്പോൾ, റൂമിലെത്തുമ്പോഴേക്കും ഒരു 12:30 ആകുമെന്നാണ് പറയുന്നത്, കാണിക്കുന്നത്, മാപ്പിൽ കാണിക്കുന്നത്. ഈ ഭാഗത്ത് പിന്നെ കുഴപ്പമില്ല കേട്ടോ, കുറച്ച് വീടൊക്കെ ഉണ്ട്, കുറച്ചിങ്ങനെ വെളിച്ചം കിട്ടി. ഇനി വെറും 5 കിലോമീറ്റർ ഉള്ളൂ കേട്ടോ. വന്ന കയറിണ്ടാ ട്രാ. അങ്ങനെ ചെട്ടിക്കടവ് പാലം എത്തി. ഇപ്പോഴെങ്കിലും കുറച്ച് സമാധാനം ഉണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് വെളിച്ച കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേ. ഞാൻ വരുന്ന വഴി
കൂടുതൽ മനസ്സിൽ എന്തായിരുന്നു അറിയോ, ഒന്ന് പട്ടികൾ, പിന്നെ കുറുക്കന്മാർ, പിന്നെ കൂടുതലും പ്രേതങ്ങളായിരുന്നു ഞാൻ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വന്നു കേട്ടോ. അതുകൊണ്ടായിരിക്കും എനിക്ക് അവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അല്ലേ. സത്യം പറഞ്ഞാൽ ഞാൻ തീർന്നു ആ നിമിഷം. എൻ്റെ പൊന്ന് കൈക്കൂടയ്ക്ക് ഇങ്ങനെ രോമാഞ്ചം ഇങ്ങനെ കയറി വന്ന്, എൻ്റെ പൊന്ന് ഇതൊക്കെ അനുഭവിക്കണം കേട്ടോ. നല്ല രസമുണ്ട്. പക്ഷേ പൊളി. മഞ്ഞൊടി. ഇനി വെറും 3.5 കിലോമീറ്റർ ഉള്ളൂ. ഏകദേശം ഒരു 40-50 മിനിറ്റ് നടക്കാനുണ്ട് ഇനി. ഈ വഴി പോയാൽ ഇരുട്ടായിരിക്കും, അതുകൊണ്ട് ആ വഴി പോകണില്ല. നേരെ ഓപ്പോസിറ്റ് വേറെ വഴി പോവാം. ഈ വഴി കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മഴ തുടങ്ങിയിട്ടുണ്ട്. റൂമിൽ എത്ര പേരെങ്കിലും മഴ പെയ്യാതിരുന്നാൽ മതിയായിരുന്നു. അങ്ങനെ 12 മണി കഴിഞ്ഞിട്ടോ ബഡീസ്. ഇനി ഒരു അരമണിക്കൂറോടെ നടക്കാനുള്ളൂ, 2 കിലോമീറ്റർ. അയ്യോ കുഴപ്പമില്ല, വലിയ ക്ഷീണം തോന്നിയില്ല എനിക്ക്. രാത്രി ആയതുകൊണ്ടായിരിക്കും. വല്ല പകലൊക്കെ ആണെങ്കിൽ തീർന്നു. അടിപൊളി വൈബ് കേട്ടോ. മാക്സിമം എൻജോയ് ചെയ്ത് ഞാൻ വാക്കിങ്, എന്താ പറയുക, നൈറ്റ് വാക്ക് അല്ലേ, പൊളി. വലിയ മഴ പെയ്യാൻ തുടങ്ങി ബഡീസ്. രക്ഷയില്ല. ഒരു കടയിനുള്ളിൽ കയറി നിന്നു. അടുത്ത സ്റ്റോപ്പാണ് കേട്ടോ എൻ്റെ സ്റ്റോപ്പ്. അവിടെ എത്തിയിട്ട് പെയ്താൽ മതിയായിരുന്നു, എന്താ ചെയ്യാം. അങ്ങനെ കടകളുടെ സൈഡിൽ കൂടെ നടക്കാൻ തീരുമാനിച്ച്. എന്നാലും ബഡീസ് പൊട്ടിയ ചെരുപ്പിട്ട് 11 കിലോമീറ്റർ നടന്നു. അമ്മോ, അപ്പം ഞാൻ ആരാ? നിങ്ങൾ നടന്നിട്ടുണ്ടോ പൊട്ടിയ ചെരുപ്പിട്ടിട്ട്? പൊട്ടിയ ചെരുപ്പിട്ട് നടക്കുന്നത് ഇത് ആദ്യമൊന്നല്ല കേട്ടോ. ഇതിന് മുമ്പ് ഞാൻ ചെറുപ്പത്തിലേക്ക് നടന്നിട്ടുണ്ട്. പണ്ട് സ്ലിപ്പ് ഓൺസിൻ്റെ ചെരുപ്പൊക്കെ ആയിരുന്നല്ലോ. ആ സമയത്ത് ചെരുപ്പ് വാങ്ങിക്കാനൊക്കെ പൈസ ഉണ്ടാവില്ല. ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്തൊക്കെ. അപ്പോൾ നമ്മൾ മൊട്ടായിരുന്നു ചെരുപ്പിൽ, സ്ലിപ്പ് ഓൺസിലേ മൊട്ടായിരുന്നു. അപ്പോൾ മൊട്ട് വാങ്ങിക്കാൻ പോലും പൈസ ഇല്ലാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഞാൻ എന്താ പറയുക, പൊട്ടിയ ചെരുപ്പ് തന്നെയായിരുന്നു ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പക്ഷെ പൊട്ടിയ ചെരുപ്പിട്ട് നടക്കുക പറഞ്ഞാൽ അമ്മോ വല്ലാത്ത റിസ്ക് കേട്ടോ. എന്താ പറയുക, വല്ലാത്തൊരു ഇറിറ്റേറ്റിംഗ് ആണ്. അങ്ങനെ ഒരു കട്ടനും മുട്ട പോണ്ടേയും. ബഡീസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബഡീസ്. പിന്നെ ഇന്നത്തെ വീഡിയോ എനിക്ക് എന്തായാലും ഇഷ്ടമായി കേട്ടോ. വീഡിയോ അല്ല, ഇന്നത്തെ ദിവസം പൊളി. അങ്ങനെ കട്ടാങ്ങൽ നിന്നും കുറ്റിക്കാട്ടൂരിലേക്ക് നടന്ന് ഞാൻ ചരിത്രം സൃഷ്ടിച്ചു അല്ലേ. 11 കിലോമീറ്റർ. ആരും നടന്നിട്ടുണ്ടാവില്ല, അതായത് ന്യൂ ജനറേഷൻ കേട്ടോ. മുമ്പൊക്കെ ആൾക്കാർ നടന്നിട്ടുണ്ടാവും, അതല്ല ഞാൻ ഇപ്പോഴത്തെ കാര്യം പറയുന്നത്. ബഡീസ് ഇതിന് മുമ്പൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ. താമരശ്ശേരി ചുരത്തേക്ക് നടന്ന് 9.5 കിലോമീറ്റർ. അത് ഭയങ്കര റിസ്ക് തന്നെയായിരുന്നു. പക്ഷേ ഇത് കുഴപ്പമില്ലായിരുന്നു കേട്ടോ. മാപ്പിലേ 12:30 കാണിച്ചത്, ഇപ്പോൾ 12:44. എന്താ വെച്ചാൽ വരുന്ന വഴി ഒരു ചായയും കടിയും കഴിക്കാൻ കയറി കടയിൽ. പിന്നെന്ന് പറയേണ്ടത്, എനിക്ക് ഓവർ കോൺഫിഡൻസ് കൂടുതലാണ് കേട്ടോ. അത് എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട് സുധീഷ്, അവൻ എപ്പോഴും പറയും, ഞാൻ മച്ചാ നിനക്ക് ഓവർ കോൺഫിഡൻസ് ആണ്, ഇത് നല്ലതല്ല എന്ന് പറയും. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും അത് നല്ലതല്ല എന്ന് എനിക്കറിയാം. എന്നാലും ചില കാര്യങ്ങൾക്ക് ഞാൻ ഓവർ കോൺഫിഡൻസ് ആണ്. അത് നല്ലതാണ് എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി 1 മിനിറ്റ് കൂടെ ഉള്ളൂ കേട്ടോ നടക്കാൻ. പക്ഷെ നല്ല മഴയാണ്. എന്തായാലും പോവാം, നടക്കാം. ഏതായാലും ഞാൻ അക്കുവിന് നന്ദി പറയാണ്. എന്താ വെച്ചാൽ എനിക്കിങ്ങനൊരു സന്ദർഭം ഉണ്ടാക്കി തന്നല്ലോ, നൈറ്റ് വൈബ്. അക്കുവിന് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് എനിക്കിങ്ങനെ നടക്കാൻ പറ്റി, വൈബ് ആസ്വദിക്കാൻ പറ്റി. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അങ്ങനെ റൂമിലെത്തിയിട്ടോ. ഡോറ് തുറക്കാം. രാജേട്ടൻ ഉറങ്ങായിരിക്കും, മെല്ലെ തുറക്കാം. ഗുഡ് നൈറ്റ് ആൻഡ് ഗുഡ് മോർണിംഗ്. നൈറ്റ് 1 മണി ആയിട്ടോ. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.